ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഏപ്രിൽ 20. അതിക്രമം കാവിപ്പടയുടേത്. കോൺഗ്രസ് ഭരണത്തിൻ്റെ കേസ് മദർ തെരേസ സ്കൂളിന്. തെലങ്കാന സംസ്ഥാനത്ത് മഞ്ചേരിയൽ ജില്ലയിൽ കന്നേപ്പള്ളി ഗ്രാമത്തിലെ ക്രൈസ്തവ സഭാ നിയന്ത്രണത്തിലുള്ള സെൻറ്റ് മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് നേരെയുണ്ടായ സംഘപരിവാര ഭീകരരുടെ ആക്രമണവും പൊരിഞ്ഞ കല്ലേറും മദറിൻ്റെ രൂപം തകർത്ത് വികൃതമാക്കി. 1.5 പതിറ്റാണ്ടിലധികമായി തെലങ്കാനയിൽ മിഷനറി ജീവകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന മാനേജർ കണ്ണൂർ സ്വദേശി വൈദികൻ ജെയ്മോന് സംഘർഷത്തിൽ മർദ്ദനമേറ്റതും ഗൗരവതരം. അദ്ദേഹത്തെ പിടിച്ചിറക്കി നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിച്ച് സ്കൂൾ കൊടിമരത്തിൽ കാവിക്കൊടി കെട്ടി. വിദ്യാർത്ഥികളിൽ ചിലർ യൂണിഫോം ഒഴിവാക്കി ബോധപൂർവം മതവസ്ത്രങ്ങൾ അണിഞ്ഞു വന്നതിനെതിരെ അധികൃതർ ചോദ്യമുയർത്തിയതാണ് കലാപത്തിൻ്റെ കാരണം. അടുത്ത ദിവസം ജയ് ശ്രീറാം മുഴക്കി 200-നടുത്ത് ഹിന്ദുത്വ ഭീകരർ ഇരച്ചു കയറിയാണ് മദർ തെരേസയുടെ പ്രതിമ തകർത്തത്. കൊലവിളിയിൽ പേടിച്ചരണ്ട അധ്യാപകരും കന്യാസ്ത്രീകളും വിദ്യാർത്ഥികളും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആക്രമണം നയിച്ച 4 ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും ആരെയും ഇതുവരെ പിടിച്ചിട്ടില്ല. പകരം അധികൃതർക്കെതിരെ തെലങ്കാന കോൺഗ്രസ് സർക്കാർ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കി. മാനേജർ, പ്രിൻസിപ്പൽ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ളവർക്കുമേൽ മതവികാരം വ്രണപ്പെടുത്തൽ, ഇരുവിഭാഗങ്ങൾക്കിടയിൽ മനഃപൂർവ്വം ശത്രുത ഇളക്കിവിടൽ തുടങ്ങിയ വകുപ്പുകളാണ്. മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കുമെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന തുടർച്ചയായ അതിക്രമങ്ങളിൽ BJPയും കോൺഗ്രസും കൂട്ടുത്തരവാദികളാണ്. ഛത്തീസ്ഗഡിൽ ഒക്ടോബർ അവസാനം തുടങ്ങിയ ക്രൈസ്തവ വേട്ട ചെറുക്കാൻ കോൺഗ്രസ് ഗവൺമെൻറ് അനങ്ങിയതുപോലുമില്ല. 33 ഗ്രാമങ്ങൾ കടിച്ചുകീറി. പ്രതികൾക്ക് സർക്കാർ ഒളിക്കൂടൊരുക്കി. ഡൽഹി ജന്തർ മന്ദറിൽ സഭകളടക്കം 80 സംഘടനകൾ കോൺഗ്രസിനെതിരെ പ്രക്ഷോഭ വേദിയിലെത്തി. 2020 3.5 മാസത്തിൽ 75 ദിവസം ഇന്ത്യയിൽ മുറിവേൽപ്പിച്ചത് 161 ക്രൈസ്തവ വേട്ട. കോൺഗ്രസും BJPയും മാറി മാറി കസേരക്കളി നടത്തുന്ന ഛത്തീസ്ഗഡിലാണ് ആക്രമണങ്ങൾ ഏറെയും. കോൺഗ്രസ് അധികാരം പങ്കിട്ട് ആർത്തി തീർക്കുന്ന ജാർഖണ്ഡിലും ഒറ്റയ്ക്ക് ആടിയുലഞ്ഞു തുഴയുന്ന കർണാടകത്തിലും ഇത്തരം വേട്ടയാടലുകൾ അവസാനമില്ലാത്ത നിലയാണ്. മധ്യപ്രദേശിലും ഉത്തരാഖണ്ഡിലും സ്ഥിതി സംഭ്രമജനകവും. ഗോപൂജയുടെ മറവിൽ നടക്കുന്ന ആൾക്കൂട്ട വധങ്ങളിൽ മുസ്ലിങ്ങളെ കടിച്ചുകീറുമ്പോൾ നിസ്സാര പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ച് പരത്തി ക്രൈസ്തവരെയും കാവിപ്പട അമ്പെയ്ത് വീഴ്ത്തുമ്പോൾ കോൺഗ്രസ് കുറ്റകരമായ നിരുത്തരവാദത്തിൽ മയങ്ങുകയാണ്. കോൺഗ്രസ് ഭരണം കൈക്കലാക്കിയ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാകൃതന്മാർ ക്രൈസ്തവരെ കുത്തി മലർത്തുമ്പോഴും ബൈബിൾ കത്തിക്കുമ്പോഴും പള്ളികൾ തകർക്കുമ്പോഴും മൗനത്തിൻ്റെ ഇരുട്ടിൽ ഒളിച്ചതായാണ് അനുഭവങ്ങൾ. തെലങ്കാനയിൽ ആദ്യ കോൺഗ്രസ് സർക്കാർ വന്ന് ഏറെ കഴിയും മുമ്പ് ബജ്രംഗ് ദൾ അഴിഞ്ഞാടി. അതിന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പച്ചക്കൊടി വീശിയത് മറക്കാനാവില്ല. K. ചന്ദ്രശേഖർ റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ വലിച്ചിടാൻ പരിവാർ പിന്തുണ കിട്ടിയതിൻ്റെ പാരിതോഷികമാണ് ആ ഒളിരാഷ്ട്രീയം. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൻ്റെ തണലിൽ കാവിപ്പട തുറന്നുവിട്ടത് അതിക്രമ ഭൂതത്തെ. നാരായൺപൂർ, കൊണ്ടുഗാവ് തുടങ്ങിയ ജില്ലകളിൽ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ വ്യാപകമായി നിലംപരിശാക്കി. ക്രൈസ്തവരായ ആദിവാസികൾ കൊടുങ്കാടുകളിലേക്ക് ഒളിച്ചോടി. അവരുടെയെല്ലാം കുടിലുകളും ചെറുവീടുകളും അഗ്നിക്കിരയാക്കി. 2 ആദിവാസി സ്ത്രീകളെ വിവസ്ത്രമാക്കി തല തല്ലിപ്പൊളിച്ചു. കന്നുകാലികൾ ചത്തതിനെ തുടർന്ന് തൃശൂലധാരികൾ കൊന്നുതള്ളിയ കേസുകളിൽ കോൺഗ്രസ് സർക്കാരുകൾ ദുർബല വകുപ്പുകൾ മാത്രം ചേർത്ത് കേസെടുത്തതിനാൽ പ്രതികൾ ദിവസങ്ങൾക്കകം മോചിക്കപ്പെട്ടതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് തെലങ്കാനയിലേത്.